ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ ഒരു ബിസിനസ് സംരംഭമായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സ്റ്റാർട്ടപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടതുപോലെ 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് 21 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, ബിസിനസ് സംരംഭം എന്ന് പറയുമ്പം തട്ടിപ്പ് വെട്ടിപ്പൊന്നുമല്ല. ശരിയായ രീതിയിൽ അധ്വാനിച്ച് നമുക്ക് നേടാവുന്ന ഒരു ബിസിനസ്സാണ്. ഇത്രയും ലാഭം നമുക്ക് നേടിത്തരുന്ന ഒരു ബിസിനസ്സാണ്. ആളുകൾ പലപ്പോഴും പുച്ഛിച്ച് തള്ളാറുള്ള, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാണുന്ന, മോശമായി കാണുന്ന ഒരു ബിസിനസ് സംരംഭം എന്നൊക്കെ നിലയിൽ ആളുകൾ കാണുന്നതാണ്. മറ്റൊന്നുമല്ല, ഡയറി ഫാമാണ്. ഡയറി ഫാം തുടങ്ങുവാനായിട്ട് നമ്മുടെ കയ്യിലൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മതി. ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ലോണൊക്കെ ഇപ്പോൾ കിട്ടും. ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലോണ് കിട്ടും ഡയറി ഫാം തുടങ്ങാനായിട്ട്. ഈ ഡയറി ഫാം നമുക്ക് ചെറുതായിട്ട് തുടങ്ങണമെങ്കിൽ നമുക്കൊരു 10 പശുക്കളുണ്ടെങ്കിൽ, ഒരു 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10 പശുക്കളെ വാങ്ങുക. 25 ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടുന്ന രീതിയിൽ, ഒരു പശുവിൽ നിന്ന് 25 ലിറ്റർ പാൽ കിട്ടുന്ന അങ്ങനത്തെ 10 പശുക്കളെ നമ്മൾ വാങ്ങിക്കുക. ഒരു ദിവസം 25 ലിറ്റർ പാൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് മാർക്കറ്റിലെ വിലയനുസരിച്ച് നമുക്ക് 50 രൂപ ഒരു ലിറ്ററിന് നമുക്ക് കിട്ടും. അങ്ങനെ 10 പശുവിൽ നിന്ന് 250 ലിറ്റർ പാല് നമുക്ക് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. 50 രൂപ വെച്ച് ഒരു ദിവസം 250 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് എത്ര രൂപ നമുക്കൊരു ദിവസം വരുമാനം ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? 12,500 രൂപ നമുക്ക് ഒരു ദിവസം വരുമാനം ലഭിക്കും. ഈ 10 പശുക്കളെ നമുക്ക് നോക്കാൻ വേണ്ടി ഒരു ലേബറെ നമുക്ക് വയ്ക്കാം. നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലെങ്കിൽ നമുക്കൊരു ലേബറെ വയ്ക്കാം. ലേബർ ചാർജായിട്ട് നമുക്ക് 1000 രൂപ കൊടുക്കാം. കാലിത്തീറ്റ നമുക്കൊരു 1000 രൂപ ഒരു ദിവസത്തെ കാലിത്തീറ്റയ്ക്ക് മാറ്റി വയ്ക്കാം. പച്ചപ്പുല്ല് അല്ലെങ്കിൽ വൈക്കോലൊക്കെ ഒരു ദിവസത്തേക്കിന് നമുക്ക് 1000 രൂപ മാറ്റി വയ്ക്കാം. പിന്നീട് പശുവിന് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഡെയിലി നമ്മൾ 1000 രൂപ അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നു. പിന്നെ നമ്മൾ ആ എടുത്തിരിക്കുന്ന സ്ഥലത്തിന് ലാൻഡ് റെൻ്റായിട്ട് നമ്മളൊരു 1500 രൂപ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 7000 രൂപ ഒരു ദിവസം നമുക്ക് ലാഭമാണ്. അതായത് ഈ 25 ലിറ്റർ വീതം കിട്ടുന്ന പാല് കിട്ടുന്ന 10 പശുക്കളിൽ നിന്നും നമുക്കൊരു ദിവസം കിട്ടുന്ന ലാഭം 7000 രൂപയാണ്. എല്ലാ ചെലവുകളും കഴിഞ്ഞ് നമുക്ക് 7000 രൂപയാണ്. അങ്ങനെ 30 ദിവസമാകുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ലാഭം എന്ന നിരക്കിൽ നമുക്ക് കിട്ടുന്നത് 2,10,000 രൂപയാണ്. 2,10,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 2,10,000 വെച്ച് 12 മാസമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന തുക എത്രയാണെന്നറിയും? 25,20,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ മുടക്കിയിട്ടുള്ളത് എത്രയാണ്? നിങ്ങളുടെ മുടക്ക് മുതലെന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമായി നിങ്ങൾക്ക് കിട്ടുന്നത് 25,20,000 രൂപയാണ്. അതിൽ നിങ്ങൾ മുടക്കിയ 10 ലക്ഷവും പോയിട്ട് ബാക്കി 15,20,000 രൂപ അത് നിങ്ങൾക്ക് പ്രോഫിറ്റാണ്. പിന്നെയോ ബാക്കി പശുക്കളുണ്ടല്ലോ, അതും നിങ്ങളുടെ ലാഭമല്ലേ? ഇതൊരു നല്ലൊരു ബിസിനസ്സല്ലേ? ഡയറി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലത്തിന് വാടക നിങ്ങൾക്ക് കൊടുക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ ലാൻഡ് റെൻ്റ് ഒരു ദിവസം നമ്മൾ 1500 വീതം നമ്മൾ മാറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്, അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കത്തില്ലേ? അതും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും.
പിന്നെ പുൽകൃഷി ചെയ്യാനായിട്ട് സൗകര്യമുള്ളവരാണെങ്കിൽ പുല്ല് സ്വന്തമായി കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പച്ചപ്പുല്ലല്ല വൈക്കോല് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച 1000 രൂപ, അതും നമുക്ക് പ്രോഫിറ്റാണ്. അപ്പം നമുക്ക് ഈ ഡയറി ഫാം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. നമ്മൾ പാല് മാത്രം വിറ്റാണ് നമുക്ക് ഇത്രയും തുക നമുക്ക് പ്രോഫിറ്റായിട്ട് വന്നത്. ഇനി നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം അല്ലേ? നല്ല നെയ്യുണ്ടാക്കാം, അതുപോലെ തന്നെ തൈരുണ്ടാക്കി വിപണിയിൽ വിൽക്കാം. പിന്നെ ഇതിൻ്റെ ചാണകം വരുന്നില്ലേ, ഇതുപയോഗിച്ച് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ, ഈ പശുവിൻ്റെ വേസ്റ്റ് വരുന്നുണ്ടല്ലോ, നമ്മൾ കാലിത്തീറ്റയൊക്കെ കൊടുത്തതിൻ്റെ, കാലിത്തീറ്റയിലെ പുല്ലൊക്കെ കൊടുത്തതിൻ്റെ വേസ്റ്റ് വരുന്നു, ഈ ചാണകം വരുന്നു, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബയോഗ്യാസ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മിച്ചം വരുന്ന സ്ലറി നമുക്ക് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് മാറ്റാം. അത് കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ വരുമാനം, നമുക്കൊരു വരുമാനം, അഡീഷണൽ വരുമാനം നമുക്ക് പിന്നെയും ജനറേറ്റ് ആവുകയാണ്. അപ്പം പശു വളർത്തൽ അല്ലെങ്കിൽ ഈ ഡയറി ഫാം എന്നൊക്കെ പറയുന്ന ഒരിക്കലും നഷ്ടമുള്ള ബിസിനസ്സല്ല. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങാം. ഗവൺമെൻറ് സബ്സിഡി അല്ലാതെ ലഭിക്കും. അപ്പം താല്പര്യമുള്ള ആളുകൾ ചെയ്തു നോക്കുക, ഒരിക്കലും നഷ്ടം വരത്തില്ല, ഇതിൽ ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് കൃത്യമായ കണക്കുകൾ അനുസരിച്ച് നിങ്ങളുടെ ഒരിക്കൽ പറഞ്ഞത്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.